ചേച്ചി, ഡൽഹിയിലെ സ്നേഹത്തിൻ്റെ കടയിൽ വീണ്ടും മുട്ട വാങ്ങിയിരിക്കുകയാണ്. തുടർച്ചയായി 2015, 2020 ഇപ്പോൾ 2025 ഇലക്ഷനിൽ നിലവിലെ ലീഡ് വെച്ച് 0 സീറ്റാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് എന്തു പറ്റി? രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനൊന്നും പറ്റിയില്ല. നമ്മൾ ചിന്തിച്ചത് തന്നെയാണ്. ഇത് മുട്ട അല്ലെങ്കിൽ ഒന്ന്, ഇതിലപ്പുറം പോകാൻ സാധ്യതയില്ല എന്ന് നമ്മൾ ചിന്തിച്ചത്. കാരണം കോൺഗ്രസ് ഇല്ല, സംപൂജ്യരായിരിക്കുന്നു ഇന്ത്യയിൽ കോൺഗ്രസിന്റെ അവസ്ഥ. തലസ്ഥാനം തന്നെ ഇപ്പോൾ 27 വർഷത്തിന് ശേഷം BJPക്ക് ദില്ലി തലസ്ഥാനം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞെങ്കിൽ അതിൽ BJP കാണിച്ച തന്ത്രങ്ങൾ, കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടിയുള്ള പ്രചരണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ട് കോൺഗ്രസിന് കാണിക്കാൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഇരിക്കുന്നവരിൽ മൂളയുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടി വരും. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ ഭാവി പ്രധാനമന്ത്രിയാണ്. ആ ഒരൊറ്റ ലേവല് അങ്ങേരെ ഈ ഒരു വീഴ്ചയിലേക്ക് തള്ളിവിട്ടത് ആ ഒരൊറ്റ ലേവലാണ്. ഭാവി പ്രധാനമന്ത്രി മരണക്കിടക്കയിലും പറയും രാഹുൽ ഗാന്ധി ഭാവി പ്രധാനമന്ത്രി ആയിരുന്നു എന്നുള്ളത്. ഭാവി പ്രധാനമന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അതിന് എങ്ങനെ ആകാം എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ സന്ദീപ് വാര്യരോട് പറയുന്നത് പോലെ വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് ഞാൻ സ്നേഹത്തിന്റെ കടയിലേക്കാണ് ഓടിക്കയറിയത്. ആ സ്നേഹത്തിന്റെ കട മുട്ട വിരിയിച്ചു തുടങ്ങിയെന്ന് സന്ദീപ് വാര്യരുടെ പോയ കാൽ വെച്ച ഐശ്വര്യം കൂടിയായിരിക്കും ഡൽഹിയിൽ കോൺഗ്രസ് ഇത്രയും വലിയ തകർച്ചയിലേക്ക് പോയത് എന്നുള്ളത് സന്ദീപ് വാര്യരുടെ ഒരു ഐശ്വര്യം കൂടി ആയിരിക്കാം. കാല് വെച്ച് കയറിയപ്പോൾ തന്നെ നല്ല പോലെ സ്നേഹത്തിന്റെ കടയിൽ മുട്ടയും കാണും, പഞ്ചസാരയും കാണും, പിന്നെ അരിയും കാണും, സോപ്പും കാണും, എല്ലാം കാണും. കുറച്ച് കുന്തിരിക്കയും കൂടെ വാങ്ങിച്ചിട്ട് പോയിച്ചാൽ പിന്നെയും നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. എന്തായാലും ലഡു ഇത്തവണ വാങ്ങേണ്ടി വന്നില്ല, അല്ലെങ്കിൽ അതും കൂടെ പാഴായി വന്നേനെ. മറ്റേ പഴയ ഹരിയാനയിൽ വാങ്ങിച്ച ലഡു ഒക്കെ പൂത്തു തുടങ്ങിയെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ലഡു വാങ്ങിയിട്ടില്ല എന്നാണ് തുടക്കത്തിൽ അറിയാം, കര കയറൂല എന്നുള്ളത്. ഇനിയിപ്പോൾ ഇതിൻ്റെ തോൽവി ആഘോഷിക്കാൻ എനിക്ക് തോന്നുന്നു പട്ടായയിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം ഒന്ന് മസാജൊക്കെ ചെയ്ത്, പിന്നെ ബോഡി മസാജും ഹെഡ് മസാജും ഒക്കെ ചെയ്ത് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ഇന്ത്യയിൽ ഉണ്ടോ മുങ്ങിയോ എന്നുള്ള കാര്യത്തിൽ ഇനി സംശയമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇനിയിപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് EVM മെഷീനിൽ കൃത്രിമം കാണിച്ചു. BJP ആണല്ലോ ദില്ലി ജയിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ BJPയുടെ ഒരു തേരോട്ടം നടന്നാൽ നാളെ പരാതിയുമായി പോകും. EVM മെഷീൻ എന്തോ പ്രശ്നമുണ്ട്, EVM ചതിച്ചതാണ്, പിന്നെ BJP കള്ളത്തരം കാണിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, അദ്ദേഹത്തിന്റെ ഒരു വോട്ട് ചെയ്യണ വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം വോട്ട് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുകയാണ്, കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും മെഷീന് പ്രശ്നമുണ്ടോ, അല്ല ഒന്നുകൂടെ കുത്താൻ പറ്റുമോ എന്നാണ് എന്റെ ഒരു ഓട്ടം കൂടിയെങ്കിലും അവിടെ കിട്ടുമോ എന്നുള്ളത് നോക്കിയതാണ്. അപ്പൊ അത് കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ പിന്നെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, അദ്ദേഹം സോണിയാഗാന്ധിയുടെ വീട്ടിലെ കുശനി പണിക്കാരനാണ്. ചുമ്മാ ഇരുന്ന് അടുക്കളപ്പണി ചെയ്ത് മടുത്തെന്ന് പറഞ്ഞപ്പോഴാണ് എന്നാ പിന്നെ ഇവിടെ ഇരിക്കാൻ ആരുമില്ല, താൻ ചെന്ന് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞത്. അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ പോലുള്ളവർ കയറി ഇരിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി മല്ലികാർജുൻ ഖാർഗെ അല്ല ഇനി ആര് വന്നാലും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇങ്ങനെ തുടർച്ചയായ പരാജയം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഈ നെഹ്റു കുടുംബം അങ്ങ് മാറിക്കൊടുക്കാത്തത്? കാരണം ഇപ്പോൾ സോണിയാഗാന്ധി രാജ്യസഭയിലുണ്ട്, രാഹുൽ ഗാന്ധി വയനാട് ഒഴിഞ്ഞു കൊടുത്തപ്പോൾ പ്രിയങ്ക ഗാന്ധി വരികയാണ്, രാഹുൽ ഗാന്ധി മറ്റൊരു മണ്ഡലം, അങ്ങനെ കുടുംബത്തിന് വേണ്ടി ഒരു കമ്പനി, അത്രേ മാത്രമേ ഉള്ളൂ. അത്ര ഈ പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് നിർത്തിയത് എന്തിനാണ്? ഇനി അടുത്ത ഭാവി പ്രധാനമന്ത്രി പ്രിയങ്ക ഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധിയുടെ മുഖച്ഛായ, നീണ്ട മൂക്ക്, വർണ്ണിക്കലുകളൊക്കെ പരിധി വിട്ടു പോവുകയാണ് പ്രിയങ്ക ഗാന്ധിക്ക്. ആ വർണ്ണിക്കലുകൾ മാത്രമുണ്ട്. കുടുംബ വാഴ്ചയിൽ ഒതുങ്ങി നിൽക്കുകയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. സോണിയാഗാന്ധിക്ക് അസുഖവും പ്രായാധിക്യവും അവർക്കുണ്ട്. അവരെ കൊണ്ട് ഇനി കോൺഗ്രസിനെ ചുമന്നുകൊണ്ട് പോകാനൊന്നും കഴിയില്ല എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ രാഷ്ട്രീയം എന്തെന്ന് പോലും അറിയാത്ത, മോദിയെ കുറ്റം പറയുക എന്നുള്ളതല്ലാതെ ഈ രാഹുൽ ഗാന്ധിക്ക് എന്തറിയാം എന്നുള്ളതാണ്. കോൺഗ്രസിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ശ്രീജിത്ത്. 70 വർഷം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടിയാണ്. ഒരുപാട് നേട്ടങ്ങൾ അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. നമ്മളവരെ 15 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു പാർട്ടിയാണ്. 70 വർഷം ഇന്ത്യ തുടർച്ചയായി ഭരിച്ച ഒരു പാർട്ടിയുടെ ദയനീയമായ തോൽവി. ഈ BJPയെ കുറ്റം പറയുന്ന സമയത്തിന്റെ ഒരു 1/4% എടുത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. എന്തുകൊണ്ടാണ് ഇവിടെ BJP വളരുന്നതും കോൺഗ്രസ് തകരുന്നതും എന്നുള്ളത്. ഇവിടെ ചിട്ടയായ പ്രവർത്തനം കോൺഗ്രസ് BJP എന്ന പാർട്ടി നിങ്ങൾ മറന്നേക്കൂ.
RSSനെ നിങ്ങൾ കുറച്ചുകൂടി ശക്തരായി കാണൂ. നിങ്ങൾ RSS എന്ന് പറയുന്നത് BJPയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വയം സേവക സംഘമാണ് RSS എന്ന് പറയുന്നത്. BJP എവിടെയാണോ തളരുന്നത് അവിടെ അവർക്ക് ഊർജം പകർന്നുകൊണ്ട് അവരെ മുകളിലേക്ക് കൈപിടിച്ച് കയറ്റുന്നത് RSS ആണ്. RSSന്റെ കുടുംബയോഗങ്ങൾ BJPക്ക് എവിടെയാണോ പ്രചരണത്തിൽ തകർച്ച വന്നു തുടങ്ങിയത് അവിടെ RSS ഇടപെടുകയാണ്. കുടുംബയോഗങ്ങൾ നടത്തി സൈലന്റായി നിശബ്ദരായി ഓരോ വീടുകളും കയറിയിറങ്ങി BJP വന്നാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കൃത്യമായി RSS ചിട്ടയോടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നല്ലത് ആര് ചെയ്താലും നമ്മളത് അംഗീകരിക്കാൻ പഠിക്കണം, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പഠിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ട് കോൺഗ്രസ് അത് ചെയ്യുന്നില്ല? ഇതുകൊണ്ട് തന്നെയാണ് പപ്പുമോൻ എന്ന് രാഹുൽ ഗാന്ധിയെ പലരും അധിക്ഷേപിച്ച് വിളിക്കുന്നത്. ഇപ്പോഴും 5 വയസ്സായ കുട്ടിയുടെ മനസ്സാണ് രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധിക്ക് പ്രായം 50-ന് മേലുണ്ടെങ്കിലും അദ്ദേഹത്തിന് മാനസിക വളർച്ച വന്നിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇപ്പോഴും 5 വയസ്സിൽ നിൽക്കുകയാണ്. അതെ, അദ്ദേഹം പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. ഛായാവാല എന്ന് വിളിച്ചുകൊണ്ട് പല തവണ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ മോദിയെ അവഹേളിച്ചും അപമാനിച്ചും മുന്നോട്ട് പോയിട്ടുണ്ട്. അത്തരത്തിൽ അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചായ കച്ചവടക്കാരനായിരുന്നു, ചായ വിറ്റ് ജീവിച്ച ഒരാൾ തന്നെയാണ്, അതിലൂടെ വളർന്ന് RSSന്റെ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്ന ഒരാൾ തന്നെയാണ് ഞാൻ. RSSന്റെ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൃത്യമായി ഒരു ഇലക്ഷനെ നേരിടേണ്ടത്? ചാണക്യതന്ത്രം. അമിത്ഷായെ പോലെ ഒരു ബുദ്ധിമാനായ ഒരു ചാണക്യനുള്ളിടത്തോളം കാലം ഏത് തരത്തിൽ ജയിക്കണം എന്ന് കൃത്യമായി BJPക്ക് അറിയാം. JP നദ്ദയെ പോലൊരു ദേശീയ അധ്യക്ഷൻ, ഇപ്പോഴത്തെ മല്ലികാർജുൻ ഖാർഗെ പോലൊരു ദേശീയ അധ്യക്ഷൻ ഉണ്ട്, അതിന്റെ തൊട്ടടുത്ത് JP നദ്ദയെ പോലൊരു ദേശീയ അധ്യക്ഷനുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച് നോക്കൂ. JP നദ്ദ കൃത്യമായി പറയേണ്ടിടത്തെ കാര്യങ്ങൾ പറയുകയുള്ളൂ, വിമർശിക്കേണ്ടിടത്തെ വിമർശനം നടത്തുകയുള്ളൂ. അദ്ദേഹം ആ സമയം കൂടി ഉണ്ട് എങ്കിൽ പാർട്ടി എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അല്ലാതെ BJPയുടെ മുദ്രാവാക്യം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം. അതിലേക്ക് അവർ എത്തിയില്ലേ? അവർ പറഞ്ഞ കാര്യത്തിലേക്ക് അവർ തന്നെ എത്തിയില്ലേ എന്നുള്ളതാണ്. ഇനി ഈ കുടുംബ വാഴ്ചയും വെച്ച് ഇരുന്നു കൊണ്ട് KC വേണുഗോപാൽ തിന്നട എന്ന് പറഞ്ഞാൽ തിന്നുകയും തൂറട എന്ന് പറഞ്ഞാൽ തൂറുകയും മുള്ളട എന്ന് പറഞ്ഞാൽ മുള്ളുകയും ചെയ്യുന്ന ഒരു രാഹുൽ ഗാന്ധിയെ ഇന്ത്യ എന്തിന് സഹിക്കണം, ഇന്ത്യക്ക് എന്തിനു വേണം? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി വന്നാൽ ഇവിടെ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പണ്ട് ഈ പഴയ തലമുറയിലുള്ളവർ പറയും, നിൽക്കുന്നത് കുറ്റിച്ചൂലാണെങ്കിലും കൈയെന്ന് കണ്ടാൽ മതി, ഞങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കറകളഞ്ഞ കോൺഗ്രസ്സുകാരിയായ ഒരു അമ്മുമ്മ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞതാണ്, വീട്ടിലെ മക്കളെല്ലാം പറയുന്നു BJPക്ക് വോട്ട് ചെയ്താൽ മതി എന്ന്. കേരളത്തിലാണ്, BJP ഒരു സീറ്റ് പോലും കേരളത്തിലില്ല. അവിടെ അമ്മുമ്മ എന്നോട് പറയുകയാണ്, മക്കളെല്ലാം പറയുന്നു ഇനി BJPക്ക് വോട്ട് ചെയ്താൽ മതി, അവർ വന്നാലേ ഇനി രക്ഷയുള്ളൂ, അതുകൊണ്ട് BJPക്ക് വോട്ട് ചെയ്താൽ മതി, ഇനി കോൺഗ്രസിന് വോട്ട് ചെയ്യണ്ട, കോൺഗ്രസ് ഒന്നും ഇനി വരാൻ പോകുന്നില്ല എന്നുള്ളത്. അവന്മാരൊന്നും ഭരിച്ചാൽ ശരിയാവില്ല മക്കളെ എന്ന് പറയുന്ന തരത്തിലേക്ക് കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ സംഭവിക്കുകയാണല്ലേ, അപ്പോൾ അത് വരുന്ന തെരഞ്ഞെടുപ്പുകൾ കേരളത്തിലും പ്രതിഫലിക്കും. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഒരു കാര്യം ചെയ്യും, ഇപ്പൊ കിട്ടിയ മുട്ടയുമായി പട്ടായയിലേക്ക് പോയിട്ട് അടയിരിക്കൂ, അത് വിരിയുമെന്ന് നമുക്കൊന്ന് നോക്കാം.